ഗൈസ് നമ്മളപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് സവാള, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത്, പിന്നെ തേങ്ങാപ്പാൽ, ദെൻ കറിവേപ്പില. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വേറെ മസാലകളൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ദെൻ നമ്മളൊരു പാൻ വെച്ചു. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഉണ്ടായതുകൊണ്ട് കേട്ടോ അതിനൊരു പൊട്ടലും ചീറ്റലൊക്കെ. നമുക്ക് കഴുകി വെച്ചിരുന്ന കറിവേപ്പിലയായിരുന്നു. അതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മീൻ എത്ര ക്വാണ്ടിറ്റിയാണ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സവാളയും മറ്റ് ഇതിൽ ആഡ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി വഴണ്ട് വരണം. നമ്മുടെ ആദ്യത്തെ കറിവേപ്പിലയും ഓയിലും സവാള എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ക്വാണ്ടിറ്റി നമ്മൾ എല്ലാം നമ്മളെ മീനിനനുസരിച്ചിട്ടാണ് ഓരോന്നും നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സവാള നന്നായി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. നന്നായിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ആവി വറുക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറയുടെ ലെൻസിലൊക്കെ ആവി കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 സിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഓരോ നാട്ടിലും പല പേരായിരിക്കും. നമ്മുടെ നാട്ടിൽ സിലോപ്പി എന്നാണ് പറയുന്നത്. അതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ നല്ല വെട്ടി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ആ എല്ലായിടത്തും എത്തണ രീതിക്ക് നമുക്ക് നന്നായിട്ട് മീനിലേട്ടെല്ലാം മസാല എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ വരകളിട്ടേക്കണതിലൊക്കെ നമുക്ക് എത്തണം ഇത്. അപ്പോഴാണ് നമ്മുടെ ടേസ്റ്റ് കൂടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം വഴറ്റി വെച്ചത് നമുക്ക് നോക്കാം. നന്നായി അത് വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ തക്കാളി ആഡ് ചെയ്യണം. അതിന് ശേഷമാണ് പൊടി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യണം. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് വഴണ്ട് വരുന്ന സാധനം ആയതുകൊണ്ടാണ്. അതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂണാണ് മുളക് പൊടി ഇട്ടത്. എരിവിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. നന്നായി അതിന് ശേഷം മിക്സ് ചെയ്യാം. എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു 1/2 ടീസ്പൂണോളം ഒരു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായി വഴണ്ട് വന്ന് ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങാൻ നേരത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സിങ് മതി. പിന്നെ ഇത് കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, തേങ്ങാപ്പാൽ നമ്മൾ അതാണ് ലാസ്റ്റ് ആഡ് ചെയ്യുക. കാരണം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. തീയൊക്കെ ഓഫ് ചെയ്തല്ലോ, നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമ്മൾ വാഴയില വാട്ടി അതിന് നമ്മൾ ആദ്യത്തെ ലെയർ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മസാല ആദ്യത്തെ ലെയർ നമ്മൾ ആ മീൻ പൊതിയാൻ പാകത്തിന് ആദ്യം മസാല എടുത്തിട്ടു. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ പൊക്കത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം ഇനി ഇതിൻ്റെ പൊക്കത്തും നമുക്കൊരു ലെയറും കൂടെ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മീൻ പൊതിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇല മടക്കി കെട്ടാം. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആക്കി, അതെങ്കിലും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആക്കിയിട്ട് അത് മടക്കി നമുക്ക് കെട്ടാം. അങ്ങനെ ഏകദേശം ഒരു 5 എണ്ണം ഞാൻ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഫ്രൈ ചെയ്യുന്നത് അടുപ്പിലാണ്. ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടുപ്പിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇത് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം മിക്സായിട്ട് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ വാഴയില കെട്ടൊക്കെ അഴിച്ച് നമ്മൾ വാഴയില തുറന്ന് കഴിയുമ്പോൾ നല്ല സ്മെല്ലടിക്കും ഗൈസ്. അപ്പോൾ തന്നെ നമുക്കറിയാം
അല്ലെ ഇത് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല രസമാണ്. ദേ എല്ലാം നല്ല മിക്സായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസാലയും ആ മീനും ഒക്കെ കൂടി ഇപ്പം തന്നെ വെള്ളം വരിക ഗൈസ്. ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. എന്തായാലും ഇഷ്ടം.